ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലാസ്റ്റ് വീഡിയോ കുറേ ലെങ്ത് ആവുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. സോ ആദ്യത്തെ ടോപ്പിക് ലൈൻസ്, ലെറ്ററിംഗ് ആൻഡ് ഡയമെൻഷനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. The lines drawn to represent the visible edges, dashed lines, dimension line, central lines, outlines. Outlines are answer, visible edges, outlines. Dimensioning, starting from a common feature and shown to the right and the left to the common feature is called as. ഒരു കോമൺ ഫീച്ചറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും അത് റെഫറൻസായി വെച്ചിട്ട് അവിടെ നിന്ന് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. അങ്ങനെയുള്ള ഡയമെൻഷനിങ്ങിനെ പറയുന്ന പേരാണ് പാരലൽ ഡയമെൻഷനിങ്. നമ്മൾ കണ്ടതാണ്, ഇറ്റ് ഇസ് പാരലൽ ഡയമെൻഷനിങ്. The method of dimensioning where a number of dimensions of same direction from a common datum. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒരു കോമൺ സെയിം തന്നെയാണ്. കോമൺ ഡേറ്റത്തിൽ നിന്നും ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക, ഇറ്റ് ഈസ് പാരലൽ ഡയമെൻഷനിങ്. The line used to indicate the termination of a dimension line. Dimension line termination indicate ചെയ്യുന്ന ലൈൻ, ഇറ്റ് ഈസ് എക്സ്റ്റൻഷൻ ലൈൻ. നമുക്കറിയാം ഡയമെൻഷൻ ലൈൻ്റെ ടെർമിനേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ലൈൻ. The inclination of the inclined vectors. Inclined vectors inclination is 15 degree. 15 degree ആണ് inclination of a inclined vectors. The lines drawn at 45 degree to mark the section evident is cutting plane line, border lines, section hatching lines, extension line. സെക്ഷനെ എവിഡൻ്റ് ആക്കാൻ വേണ്ടി 45 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനാണ് ഹാച്ചിങ് ലൈൻ. ഹാച്ചിങ് ലൈൻ 45 ഡിഗ്രി ആംഗിളായിരിക്കും വരയ്ക്കുന്നത്. A system in which all the dimensions are so placed that they can be read from the bottom edge of the drawing sheet. Unidirectional system, general system, aligned system, none of this. ആദ്യമേ ഡയമെൻഷനിങ് സിസ്റ്റം നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ലെക്ചർ വീഡിയോസിൽ എടുക്കാത്ത ഒരു പോർഷനാണ്, സോ എല്ലാവരും ശ്രദ്ധിക്കുക. അലൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഡയമെൻഷൻസിനെ നമുക്ക് ബോട്ടത്തിൽ നിന്നും വായിക്കാം, അതുപോലെ റൈറ്റ് എൻഡിൽ നിന്നും വായിക്കാം. അതുപോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡയമെൻഷൻസ് ലൈൻസിൻ്റെ മേളിലായിരിക്കും ഡയമെൻഷൻസ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ നിന്നേ നമുക്ക് അവരെ വായിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ബോട്ടം എഡ്ജിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഡയമെൻഷൻസ് എഴുതിയിട്ടുള്ളത്. ഡയമെൻഷൻസ് എഴുതുന്നത് ഡയമെൻഷൻസ് ലൈനിനെ മിഡിലിൽ കട്ട് ചെയ്തിട്ട് ഡയമെൻഷൻ ലൈനിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും ഡയമെൻഷൻസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ a system in which all the dimensions are so placed that they can be read from the bottom edge of the drawing sheet. Bottom edge of the drawing sheetil നിന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഡയമെൻഷൻസിനെ പ്ലേസ് ചെയ്യുന്നത് ഇൻ യൂണി ഡയറക്ഷണൽ സിസ്റ്റം. അലൈൻഡ് സിസ്റ്റം ആണെങ്കിൽ ബോട്ടത്തിൽ നിന്നും റൈറ്റിൽ നിന്നും വായിക്കാൻ പറ്റും. The recommended method for dimensioning a sphere with a diameter 50 mm. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് സിമ്പിൾസ് എഴുതുക, ലാസ്റ്റാണ് ന്യൂമറിക്കൽ വാല്യൂ എഴുതുന്നത്. അതായത് സ്പിയർ ഡയമീറ്റർ 50. So the option is D. The continuous dimensioning is also known as dash dimensioning. പാരലൽ ഡയമെൻഷനിങ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഒരു കോമൺ ഡേറ്റ റെഫറൻസ് ആയി വെച്ചുകൊണ്ട് പാരലായിട്ട് മാർക്ക് ചെയ്യുന്ന ഡയമെൻഷനിങ് ആണ്. ചെയിൻ ഡയമെൻഷനിങ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയമെൻഷനിങ്. കണ്ടിന്യൂസ് ഡയമെൻഷനിങ് ചെയിൻ ഡയമെൻഷനിങ് ആണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിൻ പോലെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചെയിൻ ഡയമെൻഷനിങ്. Type B lines represents thick, continuous thin, center dashed line. Different types of lines are based on their utility and their symbols. B line represent ചെയ്യുന്നത് continuous thin lines ആണ്. Different types of lines ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. A lines എന്ന് പറയുന്നത് because it is important. A lines എന്ന് പറയുന്നത് continuous thick lines ആണ്. അത് യൂസ് ചെയ്യുന്നത് വിസിബിൾ എഡ്ജസ്, വിസിബിൾ ഔട്ട്ലൈൻസ് അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബി ലൈൻ നമ്മളിപ്പോൾ കണ്ടു, കർവ്ഡോ സ്ട്രെയിറ്റോ ആവാം, കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ്. ഇമാജിനറി ലൈൻസ് ഓഫ് ഇന്റർസെക്ഷൻ, ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ, ലീഡർ ലൈൻസ്, ഹാച്ചിങ് ലൈൻസ്, ഔട്ട്ലൈൻസ് ഓഫ് ദ റിവോൾവ് സെക്ഷൻസ്, ഷോർട്ട് സെൻറ്റർ ലൈൻസ് ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ബി ലൈൻസ് യൂസ് ചെയ്യുന്നത്. സി ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് ആണ് സി ടൈപ്പ് ലൈൻസ്. ഡി ടൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് ലൈൻസ് വിത്ത് സിക്സ് സാക്സ്. ലോങ് ബ്രേക്ക് ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡി ടൈപ്പ് ലൈൻ. ഇ എന്ന് പറയുന്നത് തിക്ക് ആയിട്ടുള്ള ഡാഷ്ഡ് ലൈനാണ്. ഹിഡൻ ഔട്ട് ലൈൻസ്, ഹിഡൻ എഡ്ജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എഫ് എന്ന് പറയുന്നത് തിൻ ആയിട്ടുള്ള ഡാഷ് ലൈനാണ്. ഹിഡൻ ഔട്ട് ലൈൻസിനെയും ഹിഡൻ എഡ്ജസിനെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജി എന്ന് പറയുന്നത് ചെയിൻ ലൈനാണ്. അതായത് ലൈൻസിനിടയ്ക്ക് ഡോട്ട് വരുന്നത്. ദാറ്റ് ഇസ് ജി ടൈപ്പ് ലൈൻ, ദാറ്റ് ഇസ് ചെയിൻ
തിൻ ലൈൻ, സെൻറ്റർ ലൈൻ കാണിക്കാൻ, ലൈൻ ഓഫ് സിമെട്രി, ട്രജക്ടറി ഇതൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എഡ്ജ് ലൈൻസ് എന്ന് പറയുന്നത് കട്ടിംഗ് പ്ലെയിൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ. ചെയിൻ ലൈൻ തന്നെയാണ്, തിൻ ചെയിൻ ലൈൻസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യും. സെക്ഷൻ പ്ലെയിനിനെ കട്ടിംഗ് പ്ലെയിനിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ജെ എന്ന് പറയുന്നത് ചെയിൻ ലൈൻ തന്നെയാണ്, തിക്ക് ആയിട്ടുള്ള ചെയിൻ ലൈനാണ്. കെ ഈസ് ഡബിൾ ഡാഷ് ഉള്ള ചെയിൻ ലൈൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിംഗ് the outlines of the adjacent parts, alternative or the extreme position of the movable parts, centroidal lines, etc. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ്. അപ്പോൾ നമ്മുടെ ടൈപ്പ് ബി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ്. പ്രൊജക്ഷൻ ലൈന്, അതുപോലെ ഡയമെൻഷൻ ലൈൻസ്, ലീഡർ ലൈന്, ഹാച്ചിങ് ലൈൻ അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ടൈപ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നു. ഇൻ ഡ്രോയിങ്, കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ഓർ എ ലൈൻസ് ഈസ് used for visible edges and visible outlines വേണ്ടി യൂസ് ചെയ്യുന്ന എ ടൈപ്പ് ലൈൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എണ്ണാൻ പോലും പറ്റില്ല, അത്രയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദ ലെറ്റേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഹൈറ്റ്. ഓൾറെഡി ഇതെല്ലാം ലെറ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഹൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ലെറ്റേഴ്സ് ഡ്രോയിങ്സിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിഫേർഡ് ലൈൻ വിഡ്ത്ത് ഫോർ എ ലെറ്റർ ഗ്രൂപ്പ് ഓഫ് 7 mm ഈസ്. നമ്മൾ കണ്ടിരുന്നു യൂഷ്വലി യൂസ് ചെയ്യുന്ന ലെറ്ററിങ്സിൻ്റെ സൈസ് ബൈ ദെയർ ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 mm, 3.5, 5, 7, 10, 14, 20 ഇതാണ് യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 7 mm ഹൈറ്റ് വരുന്ന ഒരു സൈസിൻ്റെ വിഡ്ത്ത് എത്ര വരും എന്നാണ്. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പഠിച്ചിരുന്നു ദർ ആർ 2 types ഓഫ് ലെറ്ററിങ്, എ ടൈപ്പ് ലെറ്ററിങ് ആൻഡ് ബി ടൈപ്പ് ലെറ്ററിങ്. എ ടൈപ്പ് ലെറ്ററിങ്ങിൽ വിഡ്ത്ത് ഓഫ് ദ ലെറ്റർ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ലെറ്റർ ഈക്വൽ ടു 1/14 ആയിരിക്കണം റേഷ്യോ. ബി ടൈപ്പ് ആണെങ്കിൽ ഈ D/H എന്ന് പറയുന്നത് 1/10 ആയിരിക്കണം. ഇതിപ്പോൾ എ ടൈപ്പ് ലൈൻ ആണോ ബി ടൈപ്പ് ലൈൻ ആണോ എന്ന് തന്നിട്ടില്ല. അപ്പോൾ എ ടൈപ്പ് ലൈനാണ് വരുന്നതെങ്കിൽ ഈ കോളം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എ ടൈപ്പ് ലൈൻ ആണെങ്കിൽ തിക്നെസ് ഓഫ് ദ ലൈൻ, അതാണല്ലോ വിഡ്ത്ത് ഓഫ് ദ ലെറ്റേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. എ ടൈപ്പ് ആണെങ്കിൽ ആൻസർ 0.5 mm വരും. ബി ടൈപ്പ് ആണെങ്കിൽ ആൻസർ 0.7 mm വരും. സോ എ ടൈപ്പ് ആണോ ബി ടൈപ്പ് ആണോ എന്ന് റെഫർ ചെയ്യാത്തത് കൊണ്ട്, രണ്ട് ഓപ്ഷനും ഉള്ളത് കൊണ്ട് ഇത് ചെറുതായിട്ടൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടേബിൾ നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 0.7 mm ആണ് ആൻസറിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് വെച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ ലെക്ചർ വീഡിയോസിൽ കവർ ചെയ്യാത്തൊരു പോർഷനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ലോവർ കേസ് ലെറ്റേഴ്സ് ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ഹൈറ്റാണ് തന്നിരിക്കുന്നത്. ലോവർ കേസ് ലെറ്റർ ആണെങ്കിൽ എ ടൈപ്പ് ആണെങ്കിൽ ഇറ്റ് ഈസ് 5/7 ദ ഹൈറ്റ് ഓഫ് ദ അപ്പർ കേസ് ലെറ്റർ ആയിരിക്കും. തിക്നെസ് ഓഫ് ദി ലൈൻ 1/14. ഇത് നമ്മൾ കണ്ടതാണ്. എ ടൈപ്പ് ലൈനിന് തിക്നെസ് ഓഫ് ദി ലൈൻ ഈക്വൽ ടു 1/14 ടൈംസ് ദാറ്റ് ഓഫ് ദ height. Spacing between the characters 1/7 of h. Minimum spacing between the word is 3/7 of h. Minimum spacing between the baseline is 10/7 of h. ഈ വാല്യൂസ് കാണാതെ പഠിക്കേണ്ട, ഈ ഫോർമുലാസ് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ റിലേഷൻ കാണാതെ പഠിക്കുക. ബി ടൈപ്പ് ലൈൻസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് റിലേഷൻസ് ആണ്. ലോവർ കേസ് ലെറ്ററിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7/10 of h, തിക്നെസ് ഓഫ് ദ ലൈൻ 1/10 of h, സ്പേസിംഗ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് 1/5 of h, മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ ദ വേർഡ്സ് 3/5 of h, മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ ദ ബേസ് ലൈൻ 7/5 of h ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While drawing freehand sketching, the vertical lines are drawn. Vertical lines freehand sketching എപ്പോഴും ഡൗൺവേർഡ് ആയിട്ടായിരിക്കും വരയ്ക്കുക. സോ ആൻസർ ഇസ് ഡൗൺവേർഡ്സ്. The length of the arrow is generally, arrowയുടെ ലെങ്ത് നമ്മൾ കണ്ടതാണ്, it is usually 3 times that of the width. Conventional signs and symbols are in constant use in large scale drawing, sketching, small scale drawing, freehand drawing. Small scale drawingസിലാണ് conventional signs and symbols ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. Which lines are used to make the section evident? ഒരു സെക്ഷൻ പ്ലെയിനിനെ കട്ട് ചെയ്ത് അതിനെ എവിഡൻ്റ് ആക്കി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാച്ചിങ് ലൈൻ. ഹാച്ചിങ് ലൈൻസ് ആർ ഡ്രോൺ അറ്റ് 45 degrees. നെക്സ്റ്റ് IS കോഡ് 10714/2001 ഓൾറെഡി കണ്ടതാണ്. ലൈൻസിൻ്റെ പറ്റി പറയുന്ന കോഡാണ് IS 10714/2001. ഡ്രോയിങ് ഷീറ്റിൻ്റെ കോഡ് IS 10711 ആണ്. ഡയമെൻഷനിങ്ങിൻ്റെ കോഡ് IS 10718 ആണ്. അതുപോലെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് പ്രൊജക്ഷൻ മെത്തേഡ്. പ്രൊജക്ഷൻ മെത്തേഡ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് IS 15021/2001.
1. IS കോഡ് ഇപ്പോൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്രയും IS കോഡ് പിന്നെയും പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഓർ ലൈൻസ് അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പറയുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ദിസ് വൺ ഈസ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒബ്സർവർ എപ്പോഴും വന്നിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അതേപോലെ തന്നെ ഒബ്സർവറിനും പ്രൊജക്ഷൻ പ്ലെയിനിനും ഇടയ്ക്കായിരിക്കും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഒബ്സർവർ ധാര എപ്പോഴും ഇവിടെ ആയിരിക്കും ഒബ്സർവർ ഉണ്ടാവുക. അതിനിടയ്ക്കായിരിക്കും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. അതിന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വേണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് വരുമ്പോൾ ഇറ്റ് ഈസ് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പോൾ. അപ്പോൾ മെയിനായിട്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു റേസർ projectors are always parallel to each other and they are perpendicular to the projectors. Perpendicular to the projection plane. അങ്ങനെയാണെങ്കിൽ മെയിനായിട്ട് രണ്ട് വ്യൂ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ, അതായത് ഇവിടുന്ന് നോക്കുക. രണ്ടാമത്തത് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ. ഇത് രണ്ട് വ്യൂസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കാണാം. ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൺ മോർ തിങ്, നമ്മളിപ്പോൾ പ്രൊജക്ഷൻ കാണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊജക്ടേഴ്സ് പാരലലും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് ഈ ഒരു പ്ലെയിനിൽ കിട്ടും. അടുത്തത് ടോപ്പ് വ്യൂ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും നമുക്ക് പ്രൊജക്ഷൻ കിട്ടുക. ഇതിന് നമ്മളൊരു സിംഗിൾ പ്ലെയിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുക. ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരിത് കിട്ടും. ഇതാണ് നമ്മുടെ XY റെഫറൻസ് ലൈൻ. സോ XY ലൈൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് വ്യൂവും കിട്ടും. താഴെ ബിലോ ദ XY ലൈൻ ടോപ്പ് വ്യൂവും കിട്ടും. ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് to HP and parallel to VP. The elevation will be lies on. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഫിഗേഴ്സ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. ദ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇസ് ഇൻക്ലൈൻഡ് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ലൈൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലൈൻ. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു HP ആയിട്ട്, അതായത് VP പ്ലെയിനുമായിട്ട് പാരലലാണ്. HP പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡും ആയിട്ടാണ് പ്ലേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എലിവേഷൻ എവിടെയാണ് ലൈ ചെയ്യുന്നത്? എലിവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രണ്ട് വ്യൂ ആണ്. അതായത് നമ്മൾ ഇവിടുന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുന്നാണ് പ്രൊജക്ടേഴ്സ് പോകുന്നത്. സോ ദ ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ ദി VP. So the answer is VP. Next, an object is placed in the first quadrant in such a way that it is between the projection plane and the observer. Then the obtained projection is called as first quadrant in place ചെയ്തിരിക്കുന്നു. ഒബ്ജക്റ്റ് വരുന്നത് എപ്പോഴും ഒബ്സർവറിൻ്റെയും പ്രൊജക്ഷൻ പ്ലെയിൻ്റെയും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് സോളിഡ് ഈസ് എ സോളിഡ് ഹൂസ് ആക്സിസ് ഈസ് ഡാഷ് ടു ദി ബേസ്. ഒരു റൈറ്റ് സോളിഡ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൻ്റെ ആക്സിസ് എപ്പോഴും ബേസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ ആൻസർ ഇസ് പെർപെൻഡിക്കുലർ. ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ദ ടോപ്പ് വ്യൂ ഈസ് ഡ്രോൺ അറ്റ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് നമുക്ക് വരയ്ക്കാം. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ദിസ് വൺ ഈസ് ദി വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളതെന്ന് ഇമാജിൻ ചെയ്യുക. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് മേളിൽ നിന്നും നോക്കുന്നു. സോ ടോപ്പ് വ്യൂ എപ്പോഴും എങ്ങനെയാണ് വരുന്നത്? ടോപ്പ് വ്യൂ നോക്കുമ്പോഴേക്കും നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആയിരിക്കും ടോപ്പ് വ്യൂ കിട്ടുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ടോപ്പ് വ്യൂ ആൻഡ് ദ എലിവേഷൻ ഇൻ വൺ പ്ലെയിൻ, നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി മേലോട്ട് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെയാണെങ്കിൽ XY ലൈനിൻ്റെ മേളിലായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ കിട്ടുന്നത്. സോ എബവ് XY ലൈൻ ഈസ് ദി ആൻസർ. In the third angle projection, the front elevation is drawn dash the plan. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ഇത് പ്ലാൻ ആണ്.
ഇത് ഇവിടെ ആയിരിക്കും എലിവേഷൻ വരുന്നത്, അതായത് ഫ്രണ്ട് വ്യൂ വരുന്നത്. സോ പ്ലാനിൻ്റെ താഴെ ആയിരിക്കും എപ്പോഴും എലിവേഷൻ വരുന്നത്. സോ ബിലോ ഈസ് ദ ആൻസർ. In first angle projection, the object is between the observer and the plane of projection. Correct ആണ്. The plan of the projection is between the observer and the object. Plan of the projection അതൊക്കെ തെറ്റാണ്. So the answer is object is between the observer and the plane of projection. The method of drawing two or more views of an object on a drawing sheet is called as, it is called as orthographic view. Orthographic viewയിലാണ് നമ്മൾ ഇപ്പോൾ കണ്ട ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വ്യൂസ് നമ്മൾ വരയ്ക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലാണ്. ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് റൊട്ടേറ്റിംഗ് ഡാഷ് ഡിഗ്രീസ് ഇൻ ക്ലോക്ക് വൈസ് ടു ഗെറ്റ് ദ പ്ലാൻ ആൻഡ് എലിവേഷൻ ഓൺ ദ വൺ സർഫസ്. ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടു ഗെറ്റ് ദ പ്ലാൻ ആൻഡ് എലിവേഷൻ ഇൻ one surface. Orthographic projection, the top view of a prism is. Orthographic projection പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ എന്താണ് വരുന്നത്? പ്രിസം എന്നല്ല, ഏതൊരു സോളിഡ്സ് വെച്ചാലും അതൊരു ട്രയാങ്കുലർ പ്രിസം ആണെന്ന് വിചാരിക്കുക. സോ ദ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ദാറ്റ് ഈസ് എ 2D ഫിഗർ. എ സ്ക്വയർ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് ദി വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? സോ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്ത്, അതായത് ഒരു സ്ക്വയർ വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുകയാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലറും ആണ് ഈ പ്ലെയിന്. ഇതാണ് നമ്മുടെ പ്ലെയിന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഫിഗർ അത്ര പെർഫെക്റ്റ് അല്ല, അത് എക്സ്ക്യൂസ് ചെയ്യുക. സ്ക്വയർ ആണെങ്കിൽ കിട്ടുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും, കാരണം എക്സാക്ട് സൈസ് നമുക്ക് അവിടെ കിട്ടുന്നില്ല. എ പോയിന്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇമാജിൻ ഇതാണ് നമ്മുടെ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് ഇമാജിൻ ചെയ്യുക. പോയിന്റ് ദാറ്റ് ഈസ് 2.5 സെൻറ്റിമീറ്റർ ബിലോ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. 2.5 സെൻറ്റിമീറ്റർ ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. and 3.5 centimeter behind the 3 centimeter behind the vertical plane. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് ദ പ്ലെയിൻ ഈസ്. അപ്പോൾ പ്രൊജക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നു, ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നു. അപ്പോൾ രണ്ടിനെയും ഒരു പ്ലെയിനിൽ കിട്ടാൻ വേണ്ടി, ദാറ്റ് ഈസ് XYക്ക് എബൌട്ട് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് 3 സെൻറ്റിമീറ്റർ എബവ് ദ XY ലൈൻ കിട്ടുന്നതായിരിക്കും. 3 സെൻറ്റിമീറ്റർ എബവ് ദ XY ലൈൻ ആൻഡ് ദ ഫ്രണ്ട് വ്യൂ ഈസ് 2.5 സെൻറ്റിമീറ്റർ ബിലോ ദ XY ലൈൻ. സോ അതായിരുന്നു ഓപ്ഷൻ. നീണ്ട ഓപ്ഷനാണ്, അതുകൊണ്ടാണ് ഞാനത് ടൈപ്പ് ചെയ്യാതിരുന്നത്. The elevation of a cylinder whose axis is parallel to the vertical plane and perpendicular to the horizontal plane is. നമ്മൾ പ്ലെയിൻ ഏത് ക്വാഡ്രൻ്റ് ആണ് തന്നിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദറ്റ് ഈസ് എ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു സിലിണ്ടർ വെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ആക്സിസ് ഇസ് പാരലൽ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എങ്ങനെ ആയിരിക്കും? എലിവേഷൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. എപ്പോഴും സിലിണ്ടറിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ദ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ദ പ്ലാൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് എബവ് ദ എലിവേഷൻ ആണ്, കണ്ടതാണ് ഓൾറെഡി. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ കണ്ടാണ് ഡിഫറെൻറ്റ് ക്വാഡ്രൻ്റെല്ലാം വെക്കുമ്പോൾ ഡിഫറെൻറ്റ് ആംഗിൾ പ്രൊജക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനും ചെയ്താൽ മാത്രമാണ് നമുക്ക് XY ലൈനിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ആയിട്ട് നമുക്ക് പ്ലാനും എലിവേഷനും കിട്ടുന്നത്. അപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ പ്ലാൻ മേളിലും എലിവേഷൻ XY ലൈനിൻ്റെ താഴെയായിട്ട് കിട്ടും. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ എലിവേഷൻ മുകളിലും പ്ലാൻ താഴെയുമായി കിട്ടുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡിലും ഫോർത്തിലും വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ XY ലൈനിൻ്റെ മുകളിലായിരിക്കും രണ്ട് പ്രൊജക്ഷൻസും വരിക, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എലിവേഷനും വരിക. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡായിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ്.
അത് തന്നെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്, അതായത് BIS യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. യൂറോപ്പിലും US-ലും ഒക്കെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനും, UK-യിൽ ബോത്ത് ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസും യൂസ് ചെയ്യാറുണ്ട്. Next, perspective projection is always used by scientists, architects, hydrologists, none of this. Architects ആണ് ആൻസർ. The top view of an object comes above the front view always in. Top view of an object. Top view എന്ന് പറയുന്നത് പ്ലാൻ ആണ്. പ്ലാന് എപ്പോഴും ഫ്രണ്ട് വ്യൂവിൻ്റെ മുകളിൽ വരുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. The distance of the top view of a point A situated 20 mm below horizontal plane and 30 mm behind the VP is. Horizontal plane താഴെയാണെന്നാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൺ ദ തേർഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്. അതുപോലെ തന്നെ VPയുടെ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ബിഹൈൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. സോ തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് A ഉള്ളത്. തേർഡ് ക്വാഡ്രന്റിൽ VPയിൽ നിന്നും 30 mm ബിഹൈൻഡ് ആയിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 20 mm ബിലോ ആയിട്ടുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷൻ കിട്ടാനായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്ത്, ടോപ്പ് വ്യൂ ആണ് ചോദിക്കുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൊജക്ഷൻ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത് 30 mm എബവ് ദ XY line ആണ്. 30 mm above the XY line. So the option is 30 mm above the XY line. The elevation of a line parallel to the vertical plane and inclined to the horizontal plane is. So ക്വാഡ്രൻ്റ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് ഞാൻ ഇമാജിൻ ചെയ്യുക. വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആൻ inclined line on the VP. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഡിഫറെൻറ്റ് ക്വാഡ്രൻറ്റ്സ് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അതുപോലെ ക്വസ്റ്റ്യനിൽ ചില കീവേഡ്സ് ഉണ്ടാക്കും. അതായത് എബവ് HP-യിൽ നിന്നും മേളിലാണ്, അല്ലെങ്കിൽ VPയിൽ നിന്നും ഫ്രണ്ടിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ക്വാഡ്രൻ്റിലായിരിക്കും, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരിക്കും. എബവ് HP പക്ഷേ ബിഹൈൻഡ് VP എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഒബ്സർവർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. സോ ദ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ബിഹൈൻഡ് ആയിട്ടായിരിക്കും ഒബ്സർവറിന് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഓൺ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയായിരിക്കും, ബിഹൈൻഡ് VP ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിലോ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ VP. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏത് ക്വാഡ്രന്റ് ആണ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളത്. A straight line 2 cm length is placed parallel to VP and inclined 45 degree to the HP. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാരലൽ ടു VP നോക്കണ്ട, ഇൻക്ലൈൻഡ് ടു 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഉള്ളത് ടു ദ VP. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എലിവേഷനാണ്. എലിവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആ ലൈൻ തന്നെയാണ് കിട്ടുന്നത്. സോ ദ ആൻസർ ഇസ് 2 cm. Next question. A line is placed in the first quadrant in such a way that the line is inclined to the horizontal plane and parallel to the vertical plane. Inclined to the horizontal plane, parallel to the vertical plane ആണ്. അങ്ങനെയാണെങ്കിൽ the elevation will lies on. Elevation നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ച് കഴിഞ്ഞാൽ എലിവേഷൻ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A prism rests with its base on a horizontal plane. Dash view should be drawn first. പ്രിസം ആണ്. പ്രിസം തന്നെ ഒരുപാടുണ്ട്. ഹെക്സഗണൽ പ്രിസം, ട്രയാങ്കുലർ പ്രിസം ഉണ്ട്, സ്ക്വയർ പ്രിസം ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസം ഉണ്ട്. എപ്പോഴും അവരുടെ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വ്യൂസ് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. പ്രിസം പോലെയൊക്കെയുള്ള ഫിഗറിന്, അതായത് അതിൻ്റെ ബേസിൻ്റെ ഫിഗറാണ് ഫസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫ്രണ്ട് വ്യൂ ഒക്കെ വരയ്ക്കുന്നത്. All projections in the case of the perspective projection converging to a point is known as. Actually it is not projection, it is projectors ആണ്. കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേര് it is called as a vanishing point. A point is above HP, its front view is dash XY line. ഒരു പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ
മേളിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ് അതൊന്നും പറയുന്നില്ല. എന്തായാലും ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ മേളിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഓൾവേസ് എബവ് ദ XY ലൈൻ ആയിരിക്കും. A tetrahedron is lying on one of its faces when it is cut by a plane parallel to HB. The true shape of the section is. So, ഇത് ടെട്രാഹെഡ്രൻ നമ്മൾ കണ്ടതാണ്. ടെട്രാഹെഡ്രനിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടുള്ള 4 ഫേസസ് ആണ് ഒരു ടെട്രാഹെഡ്രനിൽ വരുന്നത്. സോ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് ഏതൊരു പ്ലെയിനിൽ കട്ട് ചെയ്താലും നമുക്ക് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ് കിട്ടുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റെക്കമെൻഡഡ് ബൈ BIS ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് സ്കെയിൽസിനെ പറ്റിയിട്ടാണ്. സ്കെയിൽസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.